സഭാ ടി വിയുടെ സെൻട്രൽ ഹാൾ എന്ന പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് നീണ്ടകാലം കേരള രാഷ്ട്രീയത്തിലും കേരള ഭരണത്തിലും പൊതുപ്രവർത്തനത്തിലും ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുള്ള പാലോളി മുഹമ്മദ് കുട്ടിയോടുണ്ട്. ശ്രീ കെ എൻ എ ഖാദർ ധാരാളം നിരവധി കാലമായി നിയമസഭയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. കേരളത്തിൻ്റെ നിലവിലുള്ള വികസനവും ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പവും, കേരളം അതിൻ്റെ വിദ്യാഭ്യാസപരവും മറ്റു കാര്യങ്ങളുമുള്ള ഇതുവരെയുള്ള വികാസത്തിന് അനുസൃതമായ വികസനം കേരളത്തിൻ്റെ വ്യാവസായിക രംഗത്തും മറ്റ് ജനങ്ങളുടെ ജീവിത നിലവാരത്തിലും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ കേരളത്തിന്? അവിടെ കേരളം എവിടെയെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ടോ? ഭാവിയെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും വലിയ ആശങ്കകളുണ്ടോ എന്ന സംഗതിയാണ് ഇതിനെ കാര്യമായി ചർച്ച ചെയ്യാനുള്ളത്. ഞാൻ അതിൻ്റെ ഒരു തുടക്കമിടാൻ വേണ്ടി ദീർഘകാലത്തെ വികസനവും ഭരണവും ഒക്കെയായിട്ട് ബന്ധപ്പെട്ടുള്ള ശ്രീ പാലോളി മുഹമ്മദ് കുട്ടിയോട് അഭ്യർത്ഥിക്കാം. കേരളം സംസ്ഥാനം ഒന്നിച്ച് മലയാളികൾ ഒന്നിച്ച് ഒത്തുകൂടുന്നത് 86 അത് കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള നിയമസഭ 57 നിയമസഭ, അത് കേരളത്തിൻ്റെ പൊതു വളർച്ചയിൽ വലിയ സംഭാവന നൽകിയിട്ടുള്ള നിയമസഭയായിരുന്നു. ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത, നാട്ടിൽ മണ്ണിൽ അധ്വാനിക്കുന്ന ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും കർഷകർ. അവർ ഏതാണ്ട് അടിമകൾക്ക് തുല്യമായിരുന്നു. കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്നത് മുഴുവനും ജന്മിക്ക് പാട്ടം കൊടുത്ത് പട്ടിണി കിടക്കുന്ന അവസ്ഥയിലായിരുന്നു മഹാഭൂരിപക്ഷം കർഷകരുടെയും സ്ഥിതി. ആ ഒരു സാഹചര്യത്തെ ഘട്ടം ഘട്ടമായി മാറ്റിയെടുക്കുന്നതിന് സഹായകരമായിട്ടുള്ള ബില്ലാണ് ആ നിയമസഭ ആദ്യമായിട്ട് കൊണ്ടുവന്നത്. വലിയ എതിർപ്പ്, ആദ്യം എടുത്ത ഒരു നടപടി എന്നുള്ള നിലക്ക് വലിയ എതിർപ്പ് കേരളീയ സമൂഹത്തിൽ നിന്ന് തന്നെ അതിന് നേരിട്ടു. പ്രത്യേകിച്ച് ജന്മിമാർ, അവർ ആ കാലഘട്ടത്തിൽ അവർക്കുണ്ടായിരുന്ന സ്വാധീനം, അതെല്ലാം വെച്ചുകൊണ്ട് ശക്തിയായിട്ടുള്ള എതിർപ്പ് നേരിട്ടുകൊണ്ടാണ് ആ നിയമം അവതരിപ്പിച്ചത്. അത് കഴിഞ്ഞ് രണ്ടാമത് 60-ന് ശേഷം വന്നിട്ടുള്ള ഗവൺമെൻറ് അത് പാസ്സാക്കി. കേരള സമൂഹത്തിൻ്റെ വളർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുള്ള നിയമനിർമ്മാണമാണ് അത് എന്നുള്ളത് കാണാൻ കഴിയും. വ്യാവസായികമായി കേരളം പിന്നണിയിലാണ്. ആ കാലഘട്ടത്തിൽ പടിപടിയായിട്ടുള്ള വളർച്ചയാണ് വ്യാവസായിക രംഗത്ത് കേരളത്തിൽ ഉണ്ടായത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അവിടങ്ങളിൽ അക്കാലഘട്ടത്തിലുള്ള പ്രത്യേകത, തൊഴിലെടുക്കുന്നവർ ഏതാണ്ട് അടിമകൾക്ക് സമാനമാണ്. പക്ഷെ കേരളത്തിൽ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം വളരെ ശക്തമായി വളർന്നുകൊണ്ടിരുന്ന കാലഘട്ടം. അപ്പോൾ അത് ഒരു തെറ്റായ പ്രചരണം ആ കാലഘട്ടത്തിൽ ഉയർത്തിവിട്ടു. കേരളത്തിൽ വ്യവസായം തുടങ്ങാൻ പ്രയാസമാണ്, അനാവശ്യമായിട്ടുള്ള വിലപേശലും സമരങ്ങളുമാണ് എന്നുള്ള രീതി. കാർഷിക മേഖലയിൽ വരുത്തിയിട്ടുള്ള മാറ്റം പോലെ തന്നെ വിദ്യാഭ്യാസ രംഗം വളരെ പുരോഗമനപരമായിട്ടുള്ളൊരു നിയമനിർമ്മാണം ആ കാലഘട്ടത്തിൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. അതും ഈ പറഞ്ഞിട്ടുള്ളതുപോലെ വലിയ ഒച്ചപ്പാടും ബഹളവും എതിർപ്പും ആ കാലഘട്ടത്തിൽ ഉയർന്നു. കാരണം അക്കാലത്തൊക്കെ ആ മേഖലയിൽ ആധിപത്യം വഹിച്ചിരുന്ന പ്രധാനപ്പെട്ട ചില ശക്തികളുണ്ട്. അത് അവരുടെ ഒരു കച്ചവട സ്ഥാപനം പോലെ കൈകാര്യം ചെയ്തിരുന്ന കാലമാണ്. അതിന് കനത്ത പ്രഹരം ഏൽക്കത്തക്ക വിധത്തിലാണ് ഈ നിയമനിർമ്മാണം വന്നത്. തൊഴിലാളികളുടെ, കൃഷിക്കാരുടെ, മറ്റ്
സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിലുള്ള ജീവനക്കാർ അവരുടെ സംഘടിതമായ പ്രവർത്തനങ്ങളും പ്രക്ഷോഭങ്ങളും അതെല്ലാം കൂടി ഇന്ത്യയിൽ എടുത്തു കാണിക്കാനും മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് മാറി കേരളം. കോമ്രേഡ് പാലോളി മുഹമ്മദ് കുട്ടി സാഹിബ് വളരെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞ ആദ്യ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും യോജിപ്പുള്ളതാണ്. നമ്മുടെ ഈ കാർഷിക പരിഷ്കരണമായിരുന്നു 57-ലെ ഗവൺമെൻറ്റിൻ്റെയും അതിനെ തുടർന്ന് കുറച്ച് കാലത്തേക്ക് ഗവൺമെൻറ്റുകളുടെയും പ്രധാനപ്പെട്ട അജണ്ട. ഞങ്ങൾ രണ്ടുപേരും ഒരേ പഞ്ചായത്തിൽ ഉള്ളവരാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയായിരുന്ന കാലത്ത് ഞാൻ ആദ്യം കേട്ടിട്ടുള്ള മുദ്രാവാക്യം അദ്ദേഹത്തെ ജയിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ മെഗാഫോണൊക്കെ ഉണ്ടല്ലോ, ആ ഫോണിൽ മുദ്രാവാക്യം വിളിച്ച് പാലോളിയെ സ്ഥാനാർത്ഥി എന്നുള്ളത് ജയിപ്പിക്കണം എന്ന് മുദ്രാവാക്യം വിളിച്ചു പോകുന്ന ജാഥയാണ് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ആദ്യം കേട്ടിട്ടുള്ള മുദ്രാവാക്യം. അപ്പോൾ അത്ര കാലത്തെ എക്സ്പീരിയൻസ് അദ്ദേഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തോട് തന്നെ നമ്മൾ ചോദിക്കേണ്ട ഒരു വിഷയമാണ് അവർ ചെയ്ത ത്യാഗങ്ങളെയും ബുദ്ധിമുട്ടുകളെയും. അന്നത്തെ കടമാനോട് മല്ലിട്ടും കൊലയാനയെ മുന്നിട്ടും കടുനിലം അത് വയലാക്കിയ കാരണവന്മാർ, അതുമാറി കാറ്റിൻ്റെ ഗതിമാറി ഇരുളിൻ്റെ തലകൊയ്യും അരിവാളായി അമ്പിളി പൊങ്ങി എന്നൊക്കെ പാടി നടന്നിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് ഭിന്നമായി ആ പ്രതീക്ഷകളെ മുഴുവൻ പൂവണിയിക്കുന്ന തരത്തിലേക്ക് നമുക്ക് ഇപ്പോൾ പോകാൻ സാധിക്കുന്നില്ല. ഒരു സെറ്റ് ബാക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സെറ്റ് ബാക്ക് വ്യാവസായിക രംഗത്തുണ്ട്, കാർഷിക രംഗത്തുണ്ട്, രാഷ്ട്രീയ രംഗത്ത് അത് വലതുപക്ഷ വ്യതിയാനമായി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവരെല്ലാം സഹിച്ച ത്യാഗങ്ങളുണ്ടെങ്കിലും അത് എവിടെയോ തടഞ്ഞു വെക്കപ്പെട്ട ഒരു സാഹചര്യം സംജാതമായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാർഷിക രംഗത്തുള്ള തിരിച്ചടിക്ക് വന്നിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞാൽ അത് ശരിയാണ്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ് ഇന്ത്യ രാജ്യത്ത് വിദേശ രാജ്യങ്ങളുമായി ഉണ്ടാക്കുന്ന കരാർ, അത് നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ ഞാൻ ഓർക്കുന്നത് വിദേശ രാജ്യങ്ങളുമായി കരാറുണ്ടാക്കുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതം നല്ലതുപോലെ പരിശോധിച്ച് ഇന്ത്യയിലെ വ്യവസായ കാർഷിക മേഖലക്ക് കോട്ടം വരത്തക്ക രീതിയിലുള്ളൊരു കരാർ ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. ഇന്ന് നേരെ മറിച്ചാണ്. ഇവിടുത്തെ കർഷകർ കുത്തുപാളയെടുത്താലും കൊള്ളാം, ഇന്ത്യയിലെ കോർപ്പറേറ്റുകളെ സഹായിക്കും, അവർക്ക് അനുകൂലമായ നിലപാടെടുക്കും. ഇതാണ് മെയിനായിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ ശരി. സ്ഥലം കുറവാണ്, വലിയ വ്യവസായങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല, പരിസ്ഥിതിപരമായ പ്രശ്നങ്ങൾ കേരളത്തിലുണ്ട്. ഇതെല്ലാം വെച്ചിട്ട് കേരളത്തിന് അനുയോജ്യമായ വ്യവസായങ്ങളും രീതികളും കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം ആസൂത്രകർ നടത്തിയോ, അതിന് നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്തോ, രാഷ്ട്രീയ നേതൃത്വം അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തോ എന്നുള്ളതാണ്. കഴിഞ്ഞ ആദ്യ കാലഘട്ടത്തിൽ അത്രത്തോളം പരിശോധനയും അതിൻ്റെ അനുകൂലമായോ പ്രതികൂലമായിട്ടുള്ള സ്ഥിതിയെ സംബന്ധിച്ച് വേണ്ടത്ര പരിശോധിച്ചു എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ അനുഭവത്തിലൂടെ അത് പരിശോധിക്കണം. വലിയ തിരിച്ചടി ചില സംഭവങ്ങളിൽ വരുന്നുണ്ട് എന്ന് കണ്ടുകൊണ്ട് ഇപ്പോൾ അതിന് വേണ്ടുന്ന കരുതൽ ഗവൺമെൻറ്റുകൾ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ തോന്നൽ. മമ്മൂട്ടി സാഹിബ് അങ്ങനെ ഞാൻ വിളിക്കട്ടെ, അങ്ങ് എൻ്റെ സ്വന്തം പഞ്ചായത്തിൽ തന്നെ ഒരു 3-4 കിലോമീറ്റർ അപ്പുറത്താണ് ചെറുപ്പം മുതലേ താമസിച്ചിരുന്നത്. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞു, രാഷ്ട്രീയ രംഗത്ത് വളരെ ഒരു അരനൂറ്റാണ്ട് എന്നൊക്കെ പറഞ്ഞാൽ കുറവായിരിക്കും, എന്നാലും വളരെ സജീവമായി നിന്ന ഒരു അരനൂറ്റാണ്ടിലേറെ എന്തായാലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞിട്ടുണ്ടാവും. ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഇടതുപക്ഷ മനോഭാവമുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്ക് അങ്ങ് എങ്ങനെയാണ് എത്തിച്ചേർന്നത്? ഒരു ഇടത്തരം കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ആളാണ് ഞാൻ. എൻ്റെ കുട്ടിക്കാലത്ത് ഒരു 5-6 വയസ്സ് പ്രായമുള്ള സമയത്ത് അവിടെ നാളികേരം ഇടാൻ വേണ്ടിയിട്ട് ഉള്ള വരും. അതിൽ കുഞ്ഞിക്കേലു എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. ഒരു 10-65 വയസ്സ് കാണും ആ കാലത്ത്. ഞാൻ അങ്ങനെ വന്നോ അറിയില്ല. ഞാൻ അദ്ദേഹത്തെ നിങ്ങളെന്ന് വിളിച്ചു. എൻ്റെ വല്യമ്മ ഇങ്ങനെ ഭാഗത്തുണ്ടായിരുന്നു. അത് കേട്ടു, ഒന്നും എന്നോട് പറഞ്ഞില്ല. കുഞ്ഞിക്കയിൽ പോയി കഴിഞ്ഞതിന് ശേഷം എന്നെ വിളിച്ചു.
എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിക്കലുവിനെ വിളിച്ചത്. ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് വിളിച്ചു. അങ്ങനെ നമുക്ക് വിളിക്കാൻ പാടില്ല. ഹിന്ദുക്കൾ പിന്നെ അങ്ങനെ വിളിക്കുന്നത് ഇസ്ലാമിനെതിരാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് അത്ര ബോധ്യപ്പെട്ടില്ല. വല്യമ്മ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ഞാൻ അനുസരിച്ച് പോയി. ഇതാണ് ഒരു രണ്ടാമത്തത്, ഈ പാവപ്പെട്ട ആളുകൾ വന്നിട്ട് അവിടെ ധാരാളം പ്ലാവുള്ള വീടായി ഒരു ചക്ക പൂർണ്ണമായിട്ട് മുഴുവനായിട്ട് ചോദിക്കില്ല, ഒരു മുറി ചക്ക തരൂ എന്ന് ചോദിക്കും. അതിൻ്റെ ഒന്നും അർത്ഥം എനിക്ക് മനസ്സിലാകുന്ന പ്രായമല്ല. പക്ഷെ പിന്നീട് ഒരു പഞ്ചായത്ത് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സൗകര്യത്തിൽ ജീവിക്കുന്ന വീട് 4 or 5 ആണ് അക്കാലത്ത്. അതിനേക്കാൾ സമ്പത്ത് കൂടിയിട്ടുള്ള 1 or 2 പേരുണ്ട്. ഞങ്ങളുടെ രാജ്യത്ത് കിളിയമ്മണ്ണിൽ ഉള്ളി സാഹിബാണ് അത് ഏറ്റവും വലിയ സമ്പന്നൻ. ബാക്കിയുള്ളത് മുഴുവനും കഠിനമായി അധ്വാനിച്ചാലും ആ ജീവിതത്തിലുള്ള അക്കാലഘട്ടത്തിൽ ഇന്നത്തേതല്ല ജീവിതാവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയില്ല. വലിയൊരു വിഭാഗം ഏതെങ്കിലും വല്ല പ്രമാണിയുടെ വീട്ടിലുള്ള കല്യാണം നടന്നാൽ അന്ന് മാത്രം വയറ് വിശപ്പടങ്ങി ഭക്ഷണം കഴിക്കുന്ന സ്ഥിതിയാണ്. ഇതൊന്ന്. ഈ പ്രമാണിമാർക്കൊക്കെ ഒരു സേന, ഗുണ്ട സംഘം അക്കാലത്തുണ്ട്. ജന്മിയെ അല്ല കൃഷിക്കാർ ഭയപ്പെട്ടിരുന്ന അവരുടെ കാര്യസ്ഥന്മാരെയാണ്. കാര്യസ്ഥന്മാരെ കൂടെ ഒരു സെറ്റുണ്ടാവും. ഹരിജനങ്ങൾ അക്കാലത്ത് റോട്ടിൽ കൂടി നമ്മൾ പോകുമ്പോൾ അരിച്ചാലുണ്ടല്ലോ, ആ അരിച്ചാൽ കറങ്ങി റോട്ടിൽ നിന്നിട്ടുള്ള ഒരു കാഴ്ച ഞാൻ അന്ന് കണ്ടിട്ടില്ല. അതാണ് ഇത്തരം സംഭവങ്ങളിൽ ധാരാളം ധാർമ്മിക രോഷം. അല്ല, അത് കാണുമ്പോൾ രോഷത്തെക്കാളേറെ വല്ലാത്തൊരു മനസ്സിന് വ്രണീതമായി. അക്കാലത്ത് കോട്ടപ്പടി മൈതാനിയിൽ EP ഗോപാലനും AK ഗോപാലനും 2 ഗോപാലന്മാർ വന്നിട്ടൊരു പ്രസംഗം ഉണ്ടായി. അന്ന് ഞാൻ ഫസ്റ്റ് ഫോമിലോ മറ്റോ പഠിക്കുന്ന സമയം മലപ്പുറം. അപ്പോൾ AK ഗോപാലിൻ്റെ പ്രസംഗമൊക്കെ രാഷ്ട്രീയമാണ്. അതെനിക്ക് അത്ര മനസ്സിലായില്ല. EP ഗോപാലനാണ് ഈ പറയുന്ന ദാരുണമായ അവസ്ഥയും അതിൽ പ്രമാണിവർഗത്തിൻ്റെ ചൂഷണവും അതിന് പോലീസിൻ്റെ കൂട്ടും അത് വളരെ ശക്തിയായിട്ട് ഷാർപ്പായിട്ട് അവതരിപ്പിച്ച് അത് കേട്ടപ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷം തോന്നി. സംഗതി നടന്നിട്ടില്ല എന്നുണ്ടെങ്കിലും ഇങ്ങനെ പറയാൻ. അതായത് സഖാവിൻ്റെ മനസ്സിലുള്ളതാണ് ഈ പറയുന്നത്. അതെ. അപ്പോൾ അതാണ് ഞാൻ പിന്നെ എന്നെ അല്ലാതെ സിദ്ധാന്തമൊന്നും എത്രയോ കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നീട് വായിക്കുന്നത്. അതെ. മുസ്ലിം സമുദായത്തിന് അത്ര ആളുകൾ വേറെ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ഇങ്ങനെ പുരോഗമനപരമായിട്ട് ചിന്തിക്കാനും ഒക്കെ താങ്കളുടെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നു മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾ? മുസ്ലിം സമുദായത്തിൽ പുരോഗമനപരമായിട്ട് ചിന്തിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്ന് പുരോഗമനവാദികളുണ്ട്. നമ്മളെ വഹാബിൻ്റെ വാപ്പുണ്ടായിരുന്നു ഷെരീഫ് അലവി കുട്ടി, ഇവിടെ വാച്ച് മേക്കറായി. ഇവിടെ അയാളെ നാട്ടുകാർ സബീന ചുട്ടാലവി കുട്ടീന്നാണ് വിളിച്ചിരുന്നത്. മുസ്ലിം സമുദായത്തിലുള്ളൊരു പുരോഗമനവാദിയായിരുന്നു അയാൾ. അന്നൊരു വഹാബി പ്രസ്ഥാനമുണ്ട്, ഇന്നത്തെ മുജാഹിദിൻ്റെ പഴയ. അവർ ഈ അത്തരം ഇതിന് എതിരായിട്ട് നിൽക്കുന്നവരാണ്. അല്ലല്ല, ഷെരീഫ് അൽവി കുട്ടി പിന്നെ രക്ഷപ്പെട്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു. അതോടുകൂടി അയാളെ പരിഹസിക്കലും കൂക്കി വിളിയൊക്കെ നിർത്തി. അങ്ങനെ രക്ഷപ്പെട്ടു. ഈ ഇന്നത്തെ രാഷ്ട്രീയം നമ്മൾ നേരത്തെ പറഞ്ഞ സാമ്പത്തികമായ മാറ്റങ്ങളൊക്കെ വന്നെങ്കിലും മറ്റൊരു വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, ഒരു മൂല്യനിരാസം, മൂല്യത്തകർച്ച, ജീർണത ജനറലി കാണപ്പെടുന്നതാണ് എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും. അതിനെല്ലാം അതീതമായി ജീവിതം മുഴുവൻ തൻ്റെ വിശ്വാസ പ്രമാണങ്ങളോടൊപ്പം നിൽക്കുമ്പോഴും മൂല്യാധിഷ്ഠിതമായൊരു ജീവിതം നയിച്ച ഒരു മഹത് വ്യക്തിയാണ് പാലോളി എന്നുള്ളത് എനിക്ക് നേരിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. അത് പാലോളിയല്ല, ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. ഒറ്റ കാര്യം കൂടി കൂട്ടിച്ചേർത്ത് പറയും. ആ കാലത്ത്
ഏത് പ്രസ്ഥാനത്തിൻ്റെ, ലീഗിൻ്റെ ആയാലും കോൺഗ്രസിൻ്റെ ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അത് 2-3 ഉള്ളു ഒന്ന്. അവരോടൊക്കെ രാഷ്ട്രീയമായിട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പുലർത്തുന്നവരുണ്ടല്ലോ, പക്ഷേ അവരെ കണ്ടാൽ ബഹുമാനിക്കും. കാരണം അവരുടെ ത്യാഗം, അവരുടെ സത്യസന്ധത, അവരുടെ ആത്മാർത്ഥത. ഇന്ന് ചിലപ്പോൾ ബഹുമാനിക്കാൻ എണീറ്റ് നിന്നു വരും, അതൊരു പിന്നെന്താ അഭിനയമാണ്. അവൻ്റെ ഉള്ളിൽ വളരെ പരിഹാസമാണ് ആ വ്യക്തിയെ കാണുന്നത്. അതാണ് ഇന്നത്തെ വ്യത്യാസം. കമ്മ്യൂണിസ്റ്റുകാർ മതവിരുദ്ധരാണ്, നാസ്തികരാണ് എന്നൊരു പ്രചരണം അക്കാലത്തുണ്ടായിരുന്നല്ലോ. അത് താങ്കളുടെ വ്യക്തി ജീവിതത്തിൽ എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ നിന്നത്? മതത്തെ നിരാകരിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാകാവൂ എന്നുള്ള ഒരു വ്യവസ്ഥയും പാർട്ടി വെച്ചിട്ടില്ല. എന്നാൽ കമ്മ്യൂണിസ്റ്റുകാരുടെ കൂട്ടത്തിൽ ഈ വിഭാഗമുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത് ആളുകൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രചാരം, അത് താങ്കളുടെ ജീവിതത്തെയും നിങ്ങളുടെ ഇതും ബാധിച്ചിട്ടുണ്ട്? അത് ഓരോ പ്രസ്ഥാനത്തെ സംബന്ധിച്ചും പുതിയ പ്രസ്ഥാനങ്ങൾ ഉടലെടുക്കുന്നത് പഴയതിൽ നിന്ന് വ്യത്യാസപ്പെട്ട രീതിയിലായിരിക്കും. അത് ഉൾക്കൊള്ളാൻ ജനങ്ങൾക്ക് പെട്ടെന്ന് കഴിയില്ല. അപ്പോൾ അതിനെ സംബന്ധിച്ച് പല രീതിയിലുള്ള കഥകളും പ്രചരിപ്പിച്ച് പ്രചരണങ്ങളൊക്കെ നടക്കും. അതത്രയേ ഉള്ളൂ. വിവാഹബന്ധത്തിൽ തന്നെ ആദ്യം പ്രശ്നങ്ങളുണ്ടായതായിട്ട് താങ്കൾ എഴുതിയിട്ടുണ്ട്. വിവാഹബന്ധം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ പഴയ കാലത്ത് നടന്നിട്ടുള്ള സംഭവങ്ങൾ അത്ഭുതപ്പെടും. കാരണം ഒരിക്കലും കല്യാണം കഴിക്കാൻ പോകുന്ന പുരുഷനെ കാണാതെ, അതിൻ്റെ രൂപം എന്താണ്, ശബ്ദം എന്താണ് എന്നറിയാതെ രക്ഷിതാക്കൾ തീരുമാനിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ പോകുന്നൊരു സ്ഥിതിയാണ് മിക്ക സമുദായത്തിലുണ്ടായിരുന്നത്. അതിലേറ്റവും അടിത്തട്ടിലുള്ളതാണ് മുസ്ലിം സമുദായം. ഇദ്ദേഹം ചോദിച്ചതേ, ഈ മതവിശ്വാസം കമ്മ്യൂണിസ്റ്റുകാർക്ക് ആകാമോ? അങ്ങനെ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് മതത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അങ്ങ് അനുഭവിച്ചിട്ടുണ്ടോ എന്നാണ് ഉദ്ദേശിച്ചത്. എനിക്ക് അതുണ്ട്. അത് സ്വാഭാവികമാണല്ലോ. കാരണം മതവിശ്വാസത്തിൽ 101% ആളുകളും അതിൽ ജീവിക്കുന്നൊരു കാലഘട്ടത്തിൽ, ആ സമുദായത്തിൽ അതിനെ സംബന്ധിച്ചിടത്തോളം നേരെ എതിരായിട്ടുള്ളൊരു അഭിപ്രായം വരുമ്പോൾ അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ്. എൻ്റെ വീട്ടിൽ കമ്മ്യൂണിസ്റ്റായി എന്നുള്ളതിൻ്റെ പേരിൽ ജാതിയിലൊക്കെ പങ്കെടുക്കലൊക്കെ ഉള്ള ആ കാലത്ത് വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ആ പുറത്താക്കിയത് തന്നെ സമൂഹത്തിൻ്റെ സമ്മർദ്ദം മുഖേനയാണ് എന്ന് തെളിയിക്കുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. എന്നോട് വീട്ടിലേക്ക് രാത്രി ചെല്ലുന്ന സമയത്ത് വാപ്പ വീട്ടുകാരണ്ട എന്ന് പറഞ്ഞു. എന്നോട് ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട് ജാതി പോകരുത്. അപ്പോൾ പിന്നെ പോയി എന്നുള്ളതാണ്. ഞാനങ്ങോട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. അത് അത്ര ഗൗരവമായിട്ട് എനിക്കന്ന് തോന്നിയില്ല. അതിനുശേഷം ഫാദർ പൊട്ടിക്കരഞ്ഞു എന്നുള്ളതാണ് കേട്ടത്. അപ്പോൾ സ്വന്തം അഭിപ്രായത്തിലല്ല വിലക്ക്, സമൂഹത്തിൻ്റെ അന്നത്തെ സ്ഥിതി അതാണ്. അത് സ്വാഭാവികമായിട്ട് അന്ന് എല്ലാ സമുദായത്തിലുള്ള കുറേ പ്രശ്നങ്ങളാണ്. പിന്നെ നമ്മളിപ്പോൾ അതിൻ്റെ തിയററ്റിക്കൽ വെർഷനിലേക്ക് പോയാൽ എന്തായാലും മാർക്സിസ്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു വിശ്വാസിയായി തീരാൻ സാധിക്കില്ല എന്ന് ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസിലുള്ളതാണ്. പക്ഷേ ഓരോ രാജ്യത്തും ആവശ്യമായിട്ടുള്ള പ്രത്യേക സാഹചര്യങ്ങൾക്കനുസരിച്ച് മനോഭാവത്തിലോ പ്രവർത്തന ശൈലിയിലോ മാറ്റം വരുത്തിയിട്ട് സഹകരിക്കുകയോ നിസ്സഹകരിക്കുകയോ ചെയ്യാന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അല്ലാതെ ഈ ഗോചര പ്രപഞ്ചത്തിന് അതീതമായ ഒരു ശക്തിയെ പരോക്ഷമായി പോലും മാർക്സിസം അംഗീകരിക്കുന്നില്ല എന്ന് മാർക്സിസ്റ്റ് സ്റ്റേറ്റഡ് വളരെ ക്ലിയറായിട്ട്. മാർക്സിസം എന്ന് പറയുന്നത് അതിന് പല മേഖലകളിലും അത് കൈവച്ചിട്ടുണ്ട്. രാഷ്ട്രീയ മേഖലകളിൽ അതിൻ്റെ നിലപാട് പൂർണ്ണമായിട്ടും സാമൂഹ്യ പരിവർത്തനത്തിന് പൂർണ്ണമായിട്ടും ശരിവെക്കുന്ന എന്നാണ് ഞാൻ വായിച്ചെടുത്തോളം മനസ്സിലാക്കിയിട്ടുള്ളത്. രണ്ട് ജീവിതവും നയിച്ചിട്ടുണ്ടല്ലോ, രാഷ്ട്രീയ കമ്മ്യൂണിസവും. അല്ല, ഞാനത് മാർക്സിസം ലെനിനിസത്തിന് ഈ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് 3 തരത്തിലുള്ള സമരങ്ങളുണ്ട്. 1 രാഷ്ട്രീയ സമരം, 2 ആശയ സമരം, 3 സാമ്പത്തിക സമരം. അതിനെ അങ്ങനെ 3ആയിട്ട് ഇനംതിരിക്കാൻ പറ്റും. അദ്ദേഹം സീനിയർ ആയതുകൊണ്ട് ഈ ക്യാൻ ഡിസെൻഡ് ഓർ കറക്റ്റ് മീ, നോ പ്രോബ്ലം, സബ്ജക്റ്റ് ടു കറക്ഷൻ.
അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഈ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളൊക്കെ അവരുടെ ആവശ്യങ്ങൾ, ഗ്രാറ്റുവിറ്റി, ശമ്പളം, ജീവിതം, അതിന് വേണ്ടി നടത്തുന്നതാണ് സാമ്പത്തിക സമരം. ആശയ സമരം പ്യുവർലി ഐഡിയോളജിക്കലാണ്. ആശയപരമായിട്ടുള്ള ആ ആശയ സമരത്തിൽ മാത്രമാണ് ഈ ഇഷ്യൂ വരുന്നത്. സാമ്പത്തിക സമരത്തിന് തടസ്സമല്ല. അങ്ങ് എന്താണ് ആദ്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്? നിയമസഭയിലേക്കായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് മത്സരിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ പിന്നെ കോടൂരാണല്ലോ നമ്മളെ തറവാട്. അങ്ങനെ 63 അവസാനത്തിൽ പിന്നെ പുഴക്കാട്ടി ഒരു വീട്, പുഴക്കാട്ടി അവിടെ പഞ്ചായത്തിൽ നമ്മളെ പാർട്ടി പിന്നെ ചാർജുള്ള സ്ഥലമാണ്. അപ്പോൾ എന്തോ ഒരു കാരണവശാൽ അവിടെ പിന്നെ ഒരു വീടും സ്ഥലവും വാങ്ങിയിട്ട് ഇവിടുത്തെ വിറ്റിട്ട് അവിടെ പോയി. അപ്പോൾ പുഴക്കാട്ടി താമസിക്കുന്ന സമയത്ത് ഞാൻ ചെന്ന് 3-ാമത്തെ മാസമാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നത്. 64-ലെ തിരഞ്ഞെടുപ്പ്. അപ്പോൾ ആ കടുങ്ങപുരം വാർഡിൽ നമ്മളെ കൂട്ടത്തിലുള്ള 2 ആളുകൾ തമ്മിൽ ഒരു പിണക്കം വന്നു. ഒരാളുടെ മരുമകൻ ലീഗ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. അപ്പോൾ അതോട് കൂടിയിട്ട് ഇവന് ലീഗിനെ സപ്പോർട്ട് ചെയ്യാൻ ബാധ്യസ്ഥത. അപ്പോൾ മറ്റേ ആൾ എന്നാൽ ഞാൻ എതിർക്കും എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് മധ്യസ്ഥത പറയാൻ ഞാനും രാജപ്പൻ, രാജേന്ദ്ര മാഷ്, ഞങ്ങൾ 3 ആളും പോയി. അപ്പോൾ 5 മണിക്ക് യോഗം വെച്ച് 6 മണിക്ക് അത് തീരുന്നുള്ള നിലക്ക് വേറെ യോഗം ഉണ്ടായി. ഇത് രാത്രി 12 മണിയായിട്ടും തീർന്നില്ല. അപ്പോൾ ഞാൻ ആ ഇരിക്കുന്ന ബെഞ്ചിൽ ഇരുന്ന് കണ്ടൊന്ന് ഉറങ്ങി. നേരം പോലെ ഒരു 5-5:30 മണിക്കാണ് രണ്ടാമത് പിന്നെ ഒരു വന്ന് വിളിക്കുമ്പോൾ തീർന്നു, ഞങ്ങളൊക്കെ പിന്നെ സമാധാനമായി, ഒത്തുതീർപ്പായി എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ സന്തോഷമായി. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണെന്ന് ചോദിച്ചു. അവർ 2 ആളും പിൻവലിക്കുക, പാലോളി നിൽക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയായി പഞ്ചായത്തിൽ. നിയമസഭയിലേക്ക് എന്നാ മത്സരിച്ചത്? അത് 65-ൽ. ജയിച്ചത് ആദ്യമായിട്ടെന്നാ 67-ൽ. രാഷ്ട്രീയത്തിലേക്ക് വരുന്ന മുമ്പേ പട്ടാളത്തിൽ ചെന്നുപെട്ടില്ലേ കുറച്ച്? അതെ. അത് എങ്ങനെയാണ്? ഞാൻ ഈ ഒരു അക്കാലത്തുള്ള ഒരു വെച്ചാൽ കോഴിക്കോട്ട് യോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടുന്നെങ്കിലും വീട്ടിൽ നിന്ന് പൈസ നിർബന്ധിച്ച് വാങ്ങിയൊക്കെ പോയി ആ യോഗത്തിന് പോകും. അങ്ങനെ ഒരു പീറ പിടിച്ച കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു അന്ന്. അതിൻ്റെ ഫലമായിട്ട് 3rd ഫോമിൽ പഠിക്കുമ്പോൾ പരീക്ഷയ്ക്ക് 2 ദിവസം പോയില്ല, പരീക്ഷ എഴുതിയില്ല. ഉറപ്പാണല്ലോ തോൽക്കുന്നു. തോറ്റാൽ അതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതാണ് എന്ന് കണ്ട് റിസൾട്ട് വരുന്നതിൻ്റെ മുമ്പായിട്ട് രാജ്യം വിട്ടു. അപ്പോൾ എവിടേക്കാണ് പോകുന്നതെന്നുള്ള ലക്ഷ്യമൊന്നുമില്ല. ഒരു കൂട്ടുകാരനുമുണ്ട്. അത് പിന്നെ തെറ്റായ എന്താ വെച്ചാൽ ഉമ്മാൻ്റെ പണപ്പെട്ടിയിൽ നിന്ന് കാശെടുത്തിട്ടാണ് പോയത്. മഞ്ചേരി പോയി. മഞ്ചേരിയിൽ നിന്ന് നിലമ്പൂർക്ക് ബസ് കണ്ടപ്പോൾ അതിൽ കയറി. നിലമ്പൂരിൽ നിന്ന് ഗൂഡല്ലൂർക്ക് ബസ് കയറി. അപ്പോൾ ഗൂഡല്ലൂരൊന്ന് ഒരു ലക്ഷ്യം കണ്ടിട്ടല്ല പോകുന്നത്. അങ്ങനെ മൈസൂരെത്തി. അവിടുന്ന് മൈസൂരിൽ പോയി. ഒരാഴ്ച അവിടെ നിന്നു. അപ്പോൾ ഇനി ബംഗളൂർക്ക് പോവുക എന്നുള്ള നിലക്ക് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ ടിക്കറ്റ് ചോദിച്ചപ്പോൾ ഒരു മലയാളി ഇല്ല അവിടെ. അയാൾ പറഞ്ഞു അതുകൊണ്ട് പോകാൻ പറ്റില്ല, ഹിന്ദു മുസ്ലിം ഇള നടക്കുകയാണ്. എന്നാൽ അടുത്ത സ്റ്റേഷൻ ഹൈദരാബാദാണ് അടുത്ത സ്ഥലം. അങ്ങനെ ഹൈദരാബാദിൽ കയറി. അവിടെ ചെന്ന് 2 ആളെ കയ്യിലും അക്കാലത്തിൽ 280ഓളം റുപ്യ ഉണ്ട്. അത് ഇങ്ങനെ ദർബാർ അടിച്ച് കഴിഞ്ഞ് 26 റുപ്യ ബാക്കിയായപ്പോൾ പേടിയായി. ഇനി എങ്ങനെ? അപ്പോൾ നാട്ടിലേക്ക് പോകുന്ന പിന്നെ മലയാളികളെ കാണാതിരിക്കാനാണ് ഈ പോക്കിലൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെ പോലീസിലെടുക്കുന്നുണ്ടെന്ന് കേട്ട് പോലീസിലെടുക്കാൻ പോയി. അപ്പോൾ പറഞ്ഞു നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് തടിയൊക്കെ നന്നാക്കിയിട്ട് വരും, ഇപ്പോൾ എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അവർ. പ്രായമായിട്ടില്ല, 18 വയസ്സ് തികഞ്ഞിട്ടില്ല. അങ്ങനെ തിരിച്ചു പോരുന്ന സമയത്ത് ഒരു ഹൈദരാബാദ് വേഷമാണ്. അപ്പോൾ ഞങ്ങൾ ഈ ആത്മകഥം പറഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ച് വരികയാണ്. ഗോൾക്കൊണ്ടിയിലാണ് ഇതിൻ്റെ സ്ഥലം. അപ്പോൾ ഇയാൾ തിരിഞ്ഞ് നിന്നിട്ട് എവിടുന്നാണ് കുട്ടികളെ നിങ്ങൾ വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടു. അയാൾക്ക് മലയാളം അറിയുന്നുള്ള ധാരണ ഞങ്ങൾക്കില്ലല്ലോ. അപ്പോൾ അയാൾ
ഹൈദരാബാദ് നൈസാമിന് ഒരു മലയാളി ബറ്റാലിയൻ ഉണ്ടായിരുന്നു. അതിൻ്റെ കേണലോ എന്തോ ആണ്. അപ്പോൾ അയാളോട് ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ നാട്ടിലേക്ക് പോയിക്കൂടെ എന്നൊക്കെ ചോദിച്ചു. അല്ല, നാട്ടിലേക്ക് ഇപ്പോൾ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പട്ടാളത്തിൽ ചേരണമെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പോക്കറ്റിൽ നിന്ന് അയാൾ ചെറിയ ബുക്ക് എടുത്തിട്ട് അതിൽ നിന്നൊരു കഷ്ടം ചീന്തി ഒരു ഉറുദുവിലാണ് എഴുതുന്നത്. നിങ്ങൾ ഈ പോലീസ് ചേരാൻ പോയതിൻ്റെ തൊട്ട് അപ്പുറത്താണ് പട്ടാളത്തിലെടുക്കുന്നത്. അവിടെ പോയി അവിടെ ചെന്നപ്പോൾ ഈ എഴുത്ത് വായിച്ചപ്പോൾ പിന്നെ ഞങ്ങളെ നോക്കുന്നില്ല, പട്ടാളത്തിൽ അപ്പാടെടുത്തു. അതെ, ഹൈദരാബാദ് നൈസാമിൻ്റെ പട്ടാളമാണ്. ആ ഒരു കൊല്ലം തികയുന്നതിൻ്റെ മുമ്പായിട്ട് ഇന്ത്യൻ യൂണിയൻ ആക്രമിച്ചു. അപ്പോൾ പറഞ്ഞു ഇനി ഇഷ്ടമുള്ളവർക്കൊക്കെ പോകാം. അങ്ങനെയാണ് തിരിച്ചു വന്നത്. അതാണ് പട്ടാള ജീവിതം.